ഇത്ര നാൾക്ക് ശേഷം ഗൈസ് ഞാൻ ഈ പുറത്തുനിന്ന് കഴിക്കാൻ പോണത്. ഇതെന്തിനാ മറച്ചു വെച്ച്? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? പറയൂല. ഓ മൈ ഗോഡ്, ഞാൻ പറയാട്ടെ എന്റെ മിസ്റ്റേക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ എണ്ണ. ഞാൻ എണ്ണ ഒന്ന് കുറച്ച് കളഞ്ഞിട്ട് ബാക്കി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ഓർഡർ ചെയ്തേക്കാണ് ഗൈസ് മലബാർ പൊറോട്ട എന്ന് വെച്ചാൽ നമ്മുടെ കേരള പൊറോട്ട ഇല്ലേ, പൊറോട്ട ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ചെട്ടിനാട് മഷ്റൂം പെപ്പർ. ഞാന് വിചാരിച്ച ഒരെണ്ണേ വരുള്ളൂ, 2 ഉണ്ട്. അതിന് എക്സ്ട്രാ ഞാൻ ഒരെണ്ണം കൊടുത്ത് മേടിച്ച് പൈസ കൊടുത്ത് ഇന്ന് തന്നെ തീർത്തില്ലെങ്കിൽ നാളെ തീർക്കും. ഇതിന്റെ കൂടെ ചില്ലി ഗോപി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മണത്തൊക്കെ കയ്യിൽ ചെന്നിരുന്നു, നല്ല മണം. ഇതിനകത്ത് മഷ്റൂം ആവജായ എല്ലാരും കഴിച്ചു. ബോൺ അപ്പറ്റി. പക്ക നമ്മുടെ നാട്ടിലത്തെ ഫ്ലേവർ ഇട്ട മസാല ഉണ്ടാവില്ല, കടലക്കറി അതുപോലത്തെ ഫ്ലേവറാ പ്രതീക്ഷിച്ചു. ബട്ട് നോ, അപ്പുറപ്പുറക്ക് ഓയിൽ വന്നെ നമുക്ക് നടുക്കിന്നെടുക്കാം. ഞാൻ എന്നെ തന്നെ പറ്റിക്ക ഗൈസ്. വേറൊരു ഐറ്റം ഗൈസ്. 3 പൊറോട്ട കഴിച്ചിരുന്ന ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ. ഫുൾ. എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ഐറ്റം കഴിക്കാനുള്ള സ്ഥലമില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ജസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്യും. മൈ ഗോഡ്, ഇത് മിൽക്കാവുണ്ട്, വേറെ പാത്രത്തിലിട്ടിട്ട്. എവിടെ പോയി മെയിൻ ഐറ്റം? ഓ മൈ ഗോഡ്, ഇരട്ടിപ്പണി. നമുക്ക് വേറെ മാച്ചൊക്കെ ഉണ്ട്. ഹിയർ വി ഹാവ് ദഹി വട എന്ന് പറഞ്ഞാൽ തൈര് വട. നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലാണെന്നാ പറയണത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണത്. ചില സാധനങ്ങൾ എനിക്ക് ഈ കശുവണ്ടി ഇഷ്ടമില്ല. ഓക്കെ, എല്ലാവരും കഴിച്ചോ? നല്ലതാ. കുറച്ച് നേരം കൊണ്ട് വട സോഗിയായിപ്പോയി. എനിക്ക് അല്ലെങ്കിലും വയറ് നിറഞ്ഞില്ലേ. എന്തൊരു കഷ്ടം. എന്ത് പറ്റിപ്പോ എന്റെ അപ്പറ്റൈറ്റിന് എന്ത് പറ്റിന്നൊക്കെ ചോദിച്ചു 4-5 സ്പൂൺ അകത്തോട്ട് കയറ്റിയോ.